മോളെ ഈ പാല് കുടിക്ക്. ആരോടും പറയരുത്, ഞാൻ ഇതില് കുങ്കുമപ്പൂ കലക്കിട്ടുണ്ട്. US എന്റെ ബോയ് ഫ്രണ്ട് എനിക്കായിട്ട് കൊടുത്തയച്ചതാ. നീയും ഈ പാല് കുടിച്ചാ എന്നെ പോലെ ഗ്ലാമർ ഗേൾ ആയിട്ട് മാറും. എ സ്പെഷ്യൽ മിൽക്ക് വിത്ത് ഗ്ലോറിയ എഫക്റ്റ്. ചായ ചോദിച്ചപ്പോ പാല് കൊണ്ടുവന്നിരിക്കുന്നു. പാലാണ് ചോദിച്ചത്. ഞാൻ സ്നേഹത്തോടെ പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോ എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചു. ഞാൻ വിചാരിച്ചു ഉമ്മ തരാനാണെന്ന്. കഴുത്തി കയറി പിടിച്ചപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് പാല് തന്ന് മേലെ പറഞ്ഞയക്കാനാണെന്ന്. എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടുന്ന് പറഞ്ഞു. സോഫിയ, നീ ഇത് എങ്ങോട്ട് പോവാ? എന്റെ വീട്ടിലേക്ക്. എന്താ ഇനി അതിന് നിങ്ങളുടെയൊക്കെ പെർമിഷൻ വേണോ? നിക്ക്, നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സോഫിയ, എന്തിനാ പാവത്തിന് മിണ്ടി പോരുത്? പാല് ചോദിച്ച് പാല് കൊടുത്തപ്പോ ചായ വേണമെന്ന് പറയണു. ഇവിടെ എല്ലാം ഒരു വിചിത്രമായിരിക്കണല്ലോ. ആഹാ, എന്താടി പെട്ടെന്ന്? ഇന്നലെ ഞാൻ വിളിച്ചപ്പോ നീ വരുന്ന വിവരമൊന്നും പറഞ്ഞില്ലല്ലോ. ആ, ഇന്നെനിക്ക് വരണോന്ന് തോന്നി, ഞാൻ വന്നു. എപ്പോഴും വിളിച്ചു പറഞ്ഞിട്ട് വരണോന്നൊന്നുമില്ലല്ലോ. വാ അന്മേരി, അകത്തോട്ടിരിക്കാം. ഞാൻ വിളിച്ചതാ, അവൾക്ക് അത്യാവശ്യമായിട്ട് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോ നിന്റെ ഡ്രൈവറായിട്ട് വന്നതാണല്ലേ? ഓ, അത് സാരമില്ലേണ്ടി. ദാ കിടക്കുന്നു ഒരെണ്ണം പൊടിയും പിടിച്ച്. ഇതൊന്ന് ചൊവ്വേ പഠിച്ചിരുന്നെങ്കിൽ ഈ ആൻമേരിയെ ശല്യപ്പെടുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? എന്നാ ഞാൻ പോയിട്ട് വരട്ടെ ആൻറ്റി. എന്താടി സോഫി, ആൻമേരിക്കൊരു മൂഡൌട്ട്? വരുന്ന വഴിക്ക് നിങ്ങൾ തമ്മിൽ ഉടക്കിയോ? എന്നാലും ഒരു കപ്പ് ചായ പോലും കൊടുക്കാണ്ട് ആൻമേരിയെ വിട്ടത് മോശമായിപ്പോയി. അല്ല, എന്തായി നിന്റെ പ്രോജക്റ്റ് വർക്കൊക്കെ? എന്താടി ഇത്? ഓരോ ദുശീലങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നു. സമയത്ത് എന്തെങ്കിലും കഴിക്കണോന്ന് പറഞ്ഞാ കേക്കില്ലല്ലോ. ഇരിക്കുന്നു കോലം കണ്ടില്ലേ? ഓ, തുടങ്ങി അമ്മമാരുടെ സ്ഥിരം ക്ലീഷേ ഡയലോഗ്. വാചകമൊക്കെ പിന്നെ. ദേ, വായിലിരിക്കുന്ന തുപ്പിക്കളഞ്ഞിട്ടേ ഇതെടുത്ത് കഴിക്കാൻ നോക്ക്. കുറച്ച് ബീഫ് ഒലത്തിയതിങ്ങി എടുത്ത്. ബീഫോ? എന്നു മുതലാ നീ ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്? നോൺ വെജ് എന്ന് കേൾക്കുമ്പോഴേ നിനക്ക് അലർജി ആയിരുന്നല്ലോ. ദേ, നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന്? എന്തോടി ഇത്? ജ്യോതി, ജ്യോതി, ഒന്ന് എഴുന്നേക്ക്. സൗന്ദര്യ, എഴുന്നേക്ക്. പുറത്തേതോ കാറിന്റെ ഹോൺ കേൾക്കുന്നു. എഴുന്നേക്ക്. അത് പാതി രാത്രിയിൽ മോളെ കാണാൻ വന്നിട്ട് ഡാഡി ആയിരിക്കും. ഓ, ഗ്ലോറിയ, ഗ്ലോറിയ. എത്ര പ്രാവശ്യമാണ്? ശരി, ഒന്നും കൂടി തരാം. വിട്, ഒന്ന് എഴുന്നേറ്റ്. ഇങ്ങോട്ട് വാ. അയ്യോ, ഇതാര്? അറിയില്ല. ഞാനൊന്ന് കിടക്കട്ടെ.
ഇവളെന്താണ് ഇങ്ങനെ വെള്ളമടിച്ചിട്ടുണ്ടോ? അയ്യോ, എന്നെ വിളിക്കാതെ ഇവള് വെള്ളമടിച്ചില്ല. എങ്ങനെ? ഏയ്, നിക്ക്. സോഫിയ, സോഫിയ. സോഫിക്ക് എന്താ പറ്റി? വാ സൗന്ദര്യ. ഏയ് സൗന്ദര്യ, ഗുഡ് മോർണിംഗ്. ഏയ് ജ്യോതി, എഴുന്നേക്ക് ജ്യോതി. ദാ, രണ്ടുപേരും ചായ കുടിച്ചേ. എന്തുവാടി മിഴിച്ചു നോക്കുന്നേ? നേരെ എത്രയെന്നറിയോ? ഇതുപോലെ എന്നാ എനിക്കൊരു കോഫി ഇട്ട് തരണം കേട്ടോ. താങ്ക് യു. സോഫി, ഇന്നലെ എന്തായിരുന്നു എന്റെ പെർഫോമൻസ്? ഏതായാലും സംഗതി സൂപ്പറായി. ആ കാറ് റിവേഴ്സ് എടുക്കലും വളക്കിലും ഒക്കെ കണ്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ അന്തം വിട്ടുപോയി. പ്ലീസ് എന്നെ കൂടെ കാർ ഓട്ടിക്കാൻ പഠിപ്പിക്കൂ. ഞാൻ സായപ്പിന്റെ കാർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. എന്താ നീ അന്തം വിട്ട് നിൽക്കുന്നത്? സോഫി എപ്പോഴാ ഡ്രൈവിംഗ് പഠിച്ചത്? ഡ്രൈവിംഗോ? ഞാനോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അപ്പോഴേക്കും എല്ലാം മറന്നോ? ഇന്നലെ രാത്രി സോഫിയ അല്ലേ കാർ ഓട്ടിച്ചത്? അതേ കാറിനല്ലേ ഇത്? ഈ കാർ ഇവിടുന്ന് എടുത്തിട്ട് തന്നെ കുറെ ദിവസമായി തോന്നുന്നു. അത് ശരിയാ. ഈ കാറിലാണല്ലോ അവൾ ഇന്നലെ വന്നത്. ഇതിപ്പോ ഇവിടെ അല്ല, നിങ്ങളെപ്പോ എത്തി? ഇപ്പൊ എത്തിയുള്ളൂ. സോഫിയ വന്നില്ലേ? ഇല്ല, നിങ്ങളെ കാണുമെന്ന് വാശി പിടിച്ചാ ഇന്നലെ രാത്രി ഇവിടുന്ന് പോയത്. മഴയത്ത് രാത്രി പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. വണ്ടി ഒന്നും ഇല്ലാതെ എങ്ങനെ പോയോ ആവോ? അതൊക്കെ അവള് സേഫ് ആയിട്ട് എത്തി ആന്റി. ഇപ്പൊ കക്ഷി നല്ല ഉറക്കത്തിലാ. വരൂ, അകത്തോട്ടിരിക്കാം. ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിക്കായിരുന്നു. മൂത്തവൾ ഒരു കര പറ്റി. ഭാഗ്യം കൊണ്ട് അമേരിക്കയിൽ അവൾക്കൊരു ജോലിയും തരപ്പെട്ട് കിട്ടി. ഇനി ഇവളുടെ കാര്യം അതോടൊന്ന് നേരെയായ. ആന്റി വെറുതെ ടെൻഷൻ അടിക്കണ്ട. സോഫിയ നല്ല നിലയിൽ തന്നെ എത്തും. അതെ ആന്റി. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ ആന്റി, ആ മറ്റൊന്നും വിചാരിക്കരുത്. പോയിട്ട് ധൃതിയുണ്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആക്സിഡന്റ് ആയി ബെഡ് റെസ്റ്റിലാ. ഇവിടെ അടുത്ത വീട്. സത്യം പറഞ്ഞ അവളെ കാണാനാ ഇറങ്ങിയത്. പിന്നെ ഇതുവഴി വന്നപ്പോ വെറുതെ ഒന്ന് കേറിയേ ഉള്ളൂ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ആന്റി, ഇനി നിന്നാ വൈകും. മോളെ, എന്താന്നറിയത്തില്ല, സോഫിക്ക് ഈയിടെയായിട്ട് എന്തൊക്കെയോ മാറ്റമുള്ളതുപോലെ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവള്. എന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും അവളിൽ നിന്നുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ അങ്ങനെ ഒന്നുമില്ല. ആന്റിക്ക് വെറുതെ തോന്നുന്നതാ. അല്ല മോളെ, സ്വന്തം അമ്മയ്ക്കല്ലേ മക്കളുടെ മാറ്റങ്ങളെക്കുറിച്ച് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂ. എന്റെ മനസ്സ് പറയുന്നു, എന്റെ കുഞ്ഞിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തിനേക്കാളും വലുതല്ലേടി നമ്മുടെ സോഫിയ. അവളെ എങ്ങനെ സേവ് ചെയ്യാം, അതാ നമ്മൾ നോക്കേണ്ടത്. അയ്യോ, എന്തൊക്കെയാ അവള് കാണിച്ചു കൂട്ടുന്നത്. ചിലപ്പോ റെഹനയുടെ മാനറിസംസ് അങ്ങനെയുണ്ട്. ഓ മൈ ഗോഡ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഷീ ഹാസ് ഡ്യുവൽ പേഴ്സണാലിറ്റി. ഇത്തരമൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐ തിങ്ക് ഷീ നീഡ്സ് എ സൈക്കാട്രിസ്റ്റ്. നിങ്ങൾ പറഞ്ഞതുപോലെ സോഫിയയുടെ ഉള്ളിലുള്ള ആ റിയൽ പേഴ്സണെ കണ്ടെത്താൻ ഞാൻ പല സൈക്കാട്രിക് മെത്തേഡ്സും അപ്ലൈ ചെയ്ത് നോക്കിയിട്ടും ഒരു സൈക്കോസിന്റെ യാതൊരുവിധ സിംറ്റംസും സോഫിയയിൽ ഞാൻ കണ്ടില്ല. ഡോക്ടർ പറയുന്നത് ശരിയാ, ഇപ്പൊ അവൾ നോർമലാ. പക്ഷേ ചില സമയത്ത് അവളുടെ ആക്ടിവിറ്റീസ് കണ്ടാൽ ആര് ശരിക്കും ഞെട്ടിപ്പോ. അതെ ഡോക്ടർ, ഏതോ ഒരു പവർ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് പോലെ. ചിലപ്പോ രഹന ശരിക്കും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. അതെ, ഈ ഒരു സിറ്റുവേഷനിൽ ഡോക്ടർ മാത്രമാ ഞങ്ങളുടെ ലാസ്റ്റ് ഹോപ്പ്. യാ, ഡെഫിനറ്റ്ലി. അങ്ങനെയാണെങ്കിൽ ഡു വൺ തിങ്. ഈ രഹാനയുടെ പാസ്റ്റ്
അത് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഐ മീൻ പുള്ളിക്കാരുടെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, പ്രൊഫഷണൽ ലൈഫ്, അങ്ങനെ കിട്ടാവുന്ന എല്ലാ ഡീറ്റെയിൽസും. ഓക്കെ? ഓക്കെ ഡോക്ടർ, ഇന്ന് തന്നെ ഞങ്ങൾ രഹാനയുടെ അമ്മയെ കാണാൻ ശ്രമിക്കാം. പിന്നൊരു കാര്യം, നിങ്ങളുടെ ഈ മൊമെന്റ്സ് ഒന്നും സോഫിയ ഒരിക്കലും അറിയാൻ പാടില്ല. ബി കെയർഫുൾ. എന്തേ ആ ഈ കാറ്, ഇത് രഹാനയുടെ കാറ് തന്നെയല്ലേ? അപ്പോ രഹന മരിച്ചിട്ടില്ല, അത് ഉറപ്പാ. അങ്ങനെയെങ്കിലും മെർലിൻ ആരാ? ഞാൻ അന്നേ പറഞ്ഞില്ലേ, രഹാനയുടെ ട്വിൻ സിസ്റ്റർ ആയിരിക്കും മെർലിൻ. ചോദിക്കാം വാ. ആരാ? ആരാ? രഹാന. രഹാനയോ? അതാരാ? അതല്ല മെർലിൻ. ആ വരൂ. ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്നത് ആന്റിയിൽ നിന്നൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാനാ. ഇങ്ങ് തന്നെ. ആന്റിക്ക് ഈ കുട്ടി അറിയോ? ഇതാരാ? ഇത് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാ, സോഫിയ. ഇവൾക്ക് മേളിനുമായിട്ട് എന്തെങ്കിലും ബന്ധം? ഈ കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, മുമ്പ് ഇവിടെ വന്നിട്ടുമില്ല. ശരിക്കും എന്താ പ്രോബ്ലം? ഏയ് ഒന്നുമില്ല ആന്റി. ഞങ്ങൾക്ക് മേളിന്റെ റൂം ഒന്ന് കാണാൻ പറ്റും? അവള് പോയ പിന്നെ ഈ മുറിയിൽ വെളിച്ചം വീഴുന്നത് ഇപ്പോഴാ. മോളുടെ മനസ്സ് മുഴുവൻ ഫോട്ടോഗ്രാഫിയിലായിരുന്നു. ഡാഡിയുടെ മരണശേഷം എന്റെ നിർബന്ധം കൊണ്ടാ അവള് നഴ്സിംഗിന് ചേർന്നത്. ദാ ഈ കാണുന്നതെല്ലാം അവൾ എടുത്ത ഫോട്ടോകളാ. എന്റെ മോളിപ്പോഴും ഈ മുറിയിലുണ്ടെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. ഡാഡി അവൾക്ക് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ഈ ക്യാമറ. അവൾ എവിടെ പോകുമ്പോഴും ഈ ക്യാമറയും കൂടെ ഉണ്ടാവും. അവൾക്കിത് ജീവനായിരുന്നു. മോള് മരിച്ച സ്ഥലത്തുനിന്ന് പോലീസ് എന്നെ ഏൽപ്പിച്ചതായത്. നമ്മൾ ഷൂട്ട് ചെയ്ത അതേ ലൊക്കേഷൻ, മൈൽ സ്റ്റോൺ സൂയിസൈഡ് പോയിന്റ്. ഒരു വർഷത്തിന് മുമ്പേ മരിച്ചുപോയ മെർലിന്റെ ക്യാമറയിൽ ഇതൊക്കെ എടുത്തിരിക്കുന്നു. വല്ലാത്ത ഒരു കോയിൻസിഡൻസ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നമുക്ക് ചുറ്റും നമ്മൾ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സോഫിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടാവുക, യാദൃശ്ചികമായി മേളിനെ കണ്ടുമുട്ടുക, അവൾ നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ കഥാപാത്രമാവുക. ഐ ഫീൽ സംതിങ് മിസ്റ്റീരിയസ്. ശരിയാ, സോഫിയ എഴുതിയ കഥയും ഇതുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഇത് നിന്റെയല്ല, മെർലിന്റെയാ. ആര് പറഞ്ഞു ഇത് എന്റെ ക്യാമറയാ? സോഫിയ, ഇത് ഞങ്ങൾ മെർലിന്റെ അമ്മയുടെ നിന്ന് വാങ്ങിച്ചതാ. നാളെ തിരിച്ചു കൊടുക്കണം. നീ വെറുതെ കളിക്കണ്ടെങ്കിൽ കാണിക്കുന്നേ.
പറ്റിയത് നിനക്ക്? അയ്യോ, ആ. അയ്യോ. സോഫിയ കുട്ടി, ഞാൻ നിങ്ങൾക്കായി റിസർച്ച് ചെയ്ത് ഒരു പുതിയ ഫുഡ് ഐറ്റം കണ്ടെത്തി. ജാപ്പനീസ് സ്പെഷ്യൽ ജാപ്പനീസ്. അപ്പോ മെർലിന്റെ ലൈഫില് അരുതാത്തത് എന്തോ സംഭവിച്ചു എന്ന് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ മെർലിന്റെ മരണം ഒരു നാച്ചുറൽ ഡെത്ത് ആവാൻ വഴിയില്ല. ഡോക്ടർ പറഞ്ഞു വരുന്നത് യെസ്, ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഇതിന്റെ ഒരു തോന്നലാകാം. എന്തു തന്നെയായാലും വി ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ഇക്കാര്യത്തിൽ ആക്ച്വലി ആസ് എ സൈക്കാട്രിസ്റ്റ് മൈ റോൾ ഈസ് ഓവർ. ഇനി ഈ വിഷയത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുക പോലീസിന് മാത്രം. പോലീസ് അന്വേഷണം എന്നൊക്കെ പറയുമ്പോ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലേ? അതിനേക്കാൾ വലിയൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലല്ലേ നിങ്ങളിപ്പോ. അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നല്ലേ നിങ്ങളിപ്പോ നോക്കേണ്ടത്. ഈ കേസിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റിയ ഒരാളുണ്ട്, SP ദീപിക മേനോൻ. മെർലിൻ ജോൺ അല്ലേ? യെസ് മാഡം. May 14 ഡയമണ്ട് ഹിൽസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്ത പെൺകുട്ടി. ഇറ്റ്സ് എ ക്ലീൻ കേസ് ഓഫ് സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1000 അടി താഴ്ചയിലേക്കാ മെർലിന്റെ ബോഡി വീണത്. അതേ തുടർന്നുള്ള കാർഡിയാക് അറസ്റ്റാണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുമല്ല, ഒരു സ്ട്രഗിൾ നടന്നതിന്റെ ഒരു ലക്ഷണവും ബോഡിയിലില്ലെന്ന് ആ റിപ്പോർട്ടിൽ സ്പെസിഫിക് ആയി പറയുന്നുണ്ട്. ഒരു മർഡർ ആണെന്നുള്ള സോളിഡ് എവിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ സൂയിസൈഡ് കേസായി പോലീസ് ഈ ഫയൽ ക്ലോസ് ചെയ്യില്ലായിരുന്നു. അല്ല, ഇതൊരു മർഡർ ആണെന്ന് നിങ്ങൾക്കിപ്പോ തോന്നാൻ കാരണം? ഫസ്റ്റ് ഓഫ് ഓൾ, മരിച്ച മേളിന് ശത്രുക്കൾ ആരും ഇല്ലായിരുന്നു മാഡം. എന്നാര് പറഞ്ഞു? മെർലിന്റെ അമ്മ. എങ്കിൽ പിന്നെ മെർലിന്റെ അമ്മ ഇതുവരെ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്തില്ല? മോള് നഷ്ടപ്പെട്ട ഷോക്കിൽ ഒന്നും ചെയ്യാൻ തോന്നിയില്ലെന്നാ പറഞ്ഞത്. ഓ, ഐ സീ. മാഡം, ഒരു ഡൗട്ട്. ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ? ഷുവർ, ഇറ്റ്സ് പോസിബിൾ. മെർലിന്റെ ഏറ്റവും ക്ലോസ് റിലേറ്റീവിന്റെ ഒരു പെറ്റീഷൻ വേണ്ടി വരും. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ജെനുവിൻ ടു. ഈ കേസിലാണെങ്കിൽ മെർലിന്റെ അമ്മയാ പരാതി തരേണ്ടത്. നിങ്ങൾ ആ വഴിക്കൊന്ന് മൂവ് ചെയ്യും. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ, താങ്ക് യു മാഡം. ഒന്ന് നിന്നേ. മെർലിനെ കെട്ടാനിരുന്ന പയ്യന്റെ പേരെന്താന്ന് പറഞ്ഞേ?